BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പിണറായി സർക്കാരിന്റെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി അശോകൻ കുളനട ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലീസിന്റെ പൊതുവായിട്ടുള്ള മാനസികാവസ്ഥ പരിശോധിച്ചാൽ മനോവീര്യം തകർന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മവിശ്വാസം തകർന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ പോലീസിന് ഉണ്ടാവേണ്ടത് മനോവീര്യമുള്ള, ആത്മവിശ്വാസമുള്ള, സുതാര്യമായി പ്രവർത്തിക്കുന്ന, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഈ കേരളത്തിന് ആവശ്യം. എന്നാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 9 വർഷമായി ഈ പോലീസിന്റെ സ്ഥിതി എന്താണ്? ഈ കേരളത്തിലെ പോലീസിന്റെ യൂണിഫോം, ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവരെ ഈ കാക്കി സാധാരണക്കാരന്റെ മേക്കിട്ട് കയറാനുള്ള, സാധാരണക്കാരന്റെ നടുവിടിച്ച് തകർക്കാനുള്ള, അവരുടെ ചങ്കിടിച്ച് തകർക്കാനുള്ള ലൈസൻസായി കേരളത്തിലെ പോലീസ് മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പോലീസ്, പിണറായിയുടെ പോലീസ്, ഈ പോലീസ് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ചെമ്പട മാതിരി പ്രവർത്തിക്കേണ്ട പോലീസല്ല. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെമ്പടയല്ല കേരളത്തിലെ പോലീസ്. കേരളത്തിലെ പോലീസ് രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രവർത്തിക്കേണ്ടവരല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അവരുടെ മാതിരി. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ഡിവൈഎസ്പി ഓഫീസിൽ എത്തി. ഇവിടെ വെച്ച് പോലീസ് തടഞ്ഞു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തില് കരുണാകരന്റെ പോലീസും ഇന്ദിരയുടെ പോലീസും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയെയും ജനസംഘത്തെയും ഒക്കെ ഇല്ലാതെയാക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിക്രൂരമായ പോലീസ് മർദ്ദനത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ജനസംഘവും ഒക്കെ കേരളത്തിലെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഭരണത്തിന്റെയും ആനുകൂല്യമില്ലാതിരുന്നിട്ടും ഞങ്ങൾ ഈ നാട്ടില് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ പോരാട്ടവും പോലീസിന്റെ അനീതിക്കെതിരെ ഞങ്ങൾ നടത്തിയ ധീരോദാത്തമായ ഇടപെടലുകളും കൊണ്ടാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ പോലീസ് മർദ്ദനം കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസിന് മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷെ കേരളത്തിലെ പോലീസ് മാത്രം പിണറായി വിജയന്റെ കിങ്കരന്മാരായി, പിണറായി വിജയന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. നേരത്തെ രാഷ്ട്രീയ എതിരാളികളെ ആയിരുന്നു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതെയാക്കാൻ ഭരണകൂടങ്ങൾ ശ്രമിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തിലെ സാധാരണ പൗരന്മാരെ പോലും പോലീസ് ഇടിച്ച് അവരുടെ നട്ടെല്ല് തകർക്കുകയാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനുകള് അടിയന്തരാവസ്ഥയെ വെല്ലുന്ന തരത്തില്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലെ സെൽ ഭരണകൂടത്തെ വെല്ലുന്ന തരത്തില്, സാധാരണ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഇടിമുറികളും ഇരുട്ടറകളുമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തു വരുന്നത് നീതിയുടെ ശബ്ദമല്ല, മറിച്ച് സാധാരണ മനുഷ്യന്റെ വിലാപമാണ്. അവന്റെ ജീവൻ ഇല്ലാതെയായി പോകുന്ന അതിക്രൂരമായ മർദ്ദന മുറകളാണ് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ അരങ്ങേറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വികസിത സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായം. സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ്. ഈ പോലീസും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അച്ഛനെ മർദ്ദിക്കുന്ന പോലീസ്, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മകനെ മർദ്ദിക്കുന്ന പോലീസ്, ശ്രീ കരുണാകരന്റെ പോലീസ് ഉരുട്ടിക്കൊലയ്ക്ക് പേര് കേട്ട പോലീസിനെ പോലെ അതിന്റെ ഏകദേശം അടുത്ത രൂപത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ പോലീസ് മാറിയിരിക്കുകയാണ്. ഈ സമരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമായി നോക്കേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള സമരമല്ല. നരേന്ദ്രമോദി സർക്കാർ 11 വർഷക്കാലമായി ഭാരതം ഭരിക്കുന്നു. ഇന്ത്യയിലെ പോലീസ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സംവിധാനം മുഴുവൻ മാറിയപ്പോഴാണ് കേരളത്തിന്റെ
പോലീസ് കാട്ടാള ഭരണകൂടത്തിന്റെ കയ്യാളന്മാരായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനീതിക്കെതിരെയാണ് ഞങ്ങൾ പോരിടുന്നത്. ഈ പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ പൊതുപ്രവർത്തന രംഗത്ത് കേസെടുത്തതിന്റെ പേരില് കാശ്മീരിലെ തീവ്രവാദികളെ പോലെ മുഖം മൂടി കറുത്ത തുണി അണിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അഭിലാഷ്, കൃഷ്ണകുമാർ രാമദാസ്, പാലമുറ്റത്ത് വിജയകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, സുനിത രാജു, പ്രണവം ശ്രീകുമാർ, മഠത്തിൽ ബിജു, മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ്, ജനറൽ സെക്രട്ടറിമാരായ ബിജു അമ്പക്കാട്, ബിപിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.